ഹൈ ഓ ഹൈ ഓ ഹൈ റൈറ്റിലോട്ട് പോട്ടെ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ലെഫ്റ്റിലോട്ട് ആ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ പതുക്കെ സൂക്ഷിച്ച്. ഇതും കൊണ്ട് എവിടെ പോണു നീ? ഒരു കരാട്ടെ ഗേൾ ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. വേണ്ട, നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. അതിന് ഏണിയും കൊണ്ട് നീ എവിടെ പോന്നു? ഇത് തെങ്ങി കയറാനാ. ആര്? നീ തെങ്ങി കയറാൻ പോണ? അതെ സാറേ, അരയ്ക്കാൻ തേങ്ങ ഇല്ലാത്തോണ്ട് പണ്ട് തച്ചോളി ഉദയനെ തെങ്ങി കച്ച കെട്ടി തേങ്ങ ഇട്ടതുപോലെ ചേച്ചി തെങ്ങിൽ സാരി കെട്ടി തേങ്ങ ഇടാനൊന്ന് ശ്രമിച്ചു. അത് കളരിയല്ലേ? അതെ, കളരിയും കരാട്ടയും കൂടി ഞാൻ ലയിപ്പിക്കും. എന്നിട്ട് തേങ്ങ വീണോ? എവിടെന്ന്? അതുകൊണ്ട് ചേച്ചി പറയുന്നു ചേച്ചി തന്നെ തെങ്ങി കയറി തേങ്ങ ഇടുമെന്ന്. ലോകത്തിൽ ആദ്യമായിരിക്കും തെങ്ങ് കയറൽ കരാട്ടയുടെ ഭാഗമാകുന്നത്. ലോകത്തിലാദ്യമായി കരാട്ടെ തെങ്ങ് കയറിന്റെ റെക്കോർഡ് ഈ സുമ പ്രകാശ് കുമാറിനായിരിക്കും. വാടാമണിയാ. അവള് തേങ്ങ തള്ളി ഇട്ടെന്ന് തോന്നുന്നു. സുമേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ പ്രകാശേട്ടാ, ഇതെന്ത് പറ്റി സുമേ? ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞില്ലേ, ആണുങ്ങൾ ചെയ്യേണ്ട ജോലി പെണ്ണുങ്ങൾ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നു. എവിടെ ഏണി പിടിക്കാൻ നിന്ന ആ മരം? എവിടെ? എന്നെ കൂടെ കൊണ്ടുപോണേ സാറേ. എവിടെ? ഞാൻ ഇവിടെ ഉണ്ടേ. അയ്യോ അമ്മ. അപ്പൊ ഒരു തേങ്ങ വീണ ശബ്ദം കേട്ടതോ? ഒരു തേങ്ങ വീണില്ല, മണിയനാണ് സാറേ കിണറ്റി വീണത്. ചേച്ചി വീണത് കണ്ടി മണിയെ 2 സ്റ്റെപ്പ് പിറകോട്ട് മാറി. അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. സുമയെ കരാട്ടെ പഠിക്കുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചേ പറ്റൂ. രാത്രി 2-3 തവണ അവൾ എന്നെ ചവിട്ടി തൊഴിച്ച് കട്ടിൽ നിന്ന് താഴെ ഇട്ടു. കോളനിയിലെ മിക്ക ഭർത്താക്കന്മാരും ഇപ്പോ ഭീതിയുടെ മുൾമുനയിലാണ് സാറേ. ഏതായാലും ഞാൻ പറയാൻ തന്നെ തീരുമാനം. എന്തോന്ന്? നാളെ മുതൽ സുമ കരാട്ടെ ക്ലാസ്സിൽ പോകണ്ട. ഇപ്പൊ അങ്ങനെ പറയാൻ ചെന്നാ സാറിനെ സുമ ചേച്ചി ഫ്ലൈയിങ് കിക്ക് ചെയ്ത് സുമാറാക്കി കളയും. ഏതുവരെ പോണെന്നൊന്ന് നോക്കട്ടെ. കരുത്ത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് പെണ്ണുങ്ങൾ ഈ ചീപ്പ് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. കായിക അഭ്യാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ചെറുപ്പത്തിലേ ശീലിക്കണം, എന്നാലേ മനസ്സ് ശരീരമൊക്കെ ഇങ്ങനെ വഴങ്ങി വരത്തുള്ളൂ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിയാം, സുമയുടെ ഭർത്താവ് CA പ്രകാശ്. സാറേ വേണ്ട സാറേ വേണ്ട, ഇത് വേറെ ബാച്ചുകളാണ്. ആണുങ്ങളൊക്കെ എവളുമാർക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. എനിക്ക് ഒരുത്തികളെയും പേടിയില്ല. ആടി തൊട്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. വേണ്ട സാറേ വേണ്ട, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. അയ്യോ ഒരു കാര്യം മറന്നുപോയി. ചേച്ചിക്ക് ഒരു വലിയ ഐസ് കഷ്ണം വേണോന്ന് പറഞ്ഞ്. എന്തിനടേ? തല കൊണ്ടടിച്ച് പൊട്ടിക്കാനാണ് പോലും. ഇതിന്റെയൊക്കെ തലമണ്ട പൊട്ടിക്കൊണ്ടുവന്ന നമ്മളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ. നീ നിന്റെ പണി നോക്കടേ. അമ്മൂമ്മയുടെ ഐസ്. അയ്യോ ഇന്ന് ഐസ് കിട്ടിയില്ലെങ്കിൽ നാളെ എന്നെ ഐസ് ഇട്ട് വയ്ക്കുന്നത് സാറിന് കാണേണ്ടി വരും. എന്നാലും വേണ്ടൂല്ലായിരുന്നു. അയ്യോ സാറേ, നമുക്ക് മാറിയിക്കാം, അല്ലെങ്കിൽ ആ കരകാട്ടക്കാരികൾ നമ്മുടെ പുറത്തൂടെ കയറി ഇറങ്ങി അങ്ങ് പോകും. ബാ സാറേ ഒതുങ്ങിയിരിക്കാം. സാറേ ഒതുങ്ങിയില്ല, അല്ലെങ്കിൽ ആ കരകാട്ടക്കാരിയുടെ പഞ്ച് എന്തോട്ടെ എവളുമാര് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. സുമ വീട്ടിൽ എന്നെ നാണം കെടുത്തുന്നു അല്ലെ വെളിയിൽ ബാക്കിയുള്ളവരെ കൊണ്ട് നാണം കെടുത്താണല്ലോ. ഇതിന്ന് അവസാനിപ്പിച്ചേരാടി. സുമേ, സുമേ വരുന്നു. എന്താ പ്രകാശേട്ടാ? ആഹാ, നീ ഇത് അഴിച്ചു മാറ്റിയില്ലേ? എന്ത്? നിന്റെ ഒടുക്കലത്തെ ഒരു കരയട്ടെ. നീ റോഡിൽ കൂടെ കുറെ അലവലാതി പെണ്ണുങ്ങളായിട്ട് ഓടുന്നുണ്ടല്ലോ, നാണമില്ലേ നിനക്ക്? എന്തിനാ ഞാൻ നാണിക്കുന്നേ? എന്താ പെണ്ണുങ്ങൾക്ക് റോഡിൽ കൂടെ ഓടിക്കൂടെ? ഓടാം, പക്ഷെ ഇനി മുതൽ നിന്റെ ഓട്ടം ഈ കോമ്പൗണ്ട് പുറത്തു വേണ്ട, ഇതിനകത്തുള്ള ഓട്ടങ്ങൾ മതി. അത് തീരുമാനിക്കുന്നതേ ഈ ഞാനാ. സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നീ എന്റെ ഭാര്യയാണോ? അതെന്താ എത്ര സംശയം? എങ്കിൽ ഭർത്താവ് പറയുന്ന അനുസരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഭാര്യമാരുടെ ധർമ്മം. അതൊക്കെ പണ്ട് അല്ലയോ ബഹുമാന്യനായ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ. ഇതേ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഏത് നൂറ്റാണ്ടാണെന്ന് ഇത്രയും വാചമടിക്കുന്നത് നിനക്കറിയാമെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അയ്യോ ഈ സമയത്തല്ല എന്റെ ചേട്ടാ തമാശ. ഞാൻ നിന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാമെന്ന വിദൂഷനൊന്നും അല്ല. ഇനി നീ റിസോർട്ടോട്ട് അഴിഞ്ഞിടാൻ പോകാൻ പാടില്ല. ഇല്ല, സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ വഴിക്കുവാ.
ഹലോ, ഒന്ന് നിന്നേ. ഞാൻ പറയുന്നു, ഇനി മുതൽ നിങ്ങൾ ഈ പോലീസ് വേഷം ധരിക്കരുതെന്ന്. എന്തു വേണോന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ഇവളൊരു മണ്ടി തന്നെ. ഞാൻ ഈ വേഷോട്ട് ശമ്പളം കൊണ്ടുവന്നില്ലെങ്കിൽ ഇവളെങ്ങനെ ഭക്ഷണം കഴിക്കും? ഫൈറ്റിംഗിന്റെ ബാലപാഠങ്ങൾ വളരെ വേഗത്തിലാണ് സുമയും മായയും മനസ്സിലാക്കിയത്. ടീച്ചർ, എനിക്ക് തുല്യശക്തികളുമായി പൊരുതാനാണ് താല്പര്യം. ഇനി ഒന്നല്ല, ഒരു 10-12 പേര് വന്നാലും ഒറ്റയ്ക്ക് പൊരുതാൻ എനിക്ക് പറ്റും ടീച്ചർ. ഈ കഴിവ്, ആത്മവിശ്വാസം, ഇതാണ് ഏതൊരു ഇന്ത്യൻ കരാട്ടക്കാരിക്കും ആവശ്യം. വരണടി. ഇനി ഈ സുമയെ ഫൈറ്റിൽ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്? ഞാനുണ്ട്. ടീച്ചർ, ഞങ്ങളൊരു ട്രയൽ ഫൈറ്റ് കണ്ടിട്ട് ടീച്ചർ തന്നെ വിലയിരുത്തണം ആരാണ് മികച്ചതെന്ന്. എന്റെ കൈകൊണ്ട് തന്നെ മരണം ഉറപ്പിക്കണോ മായേ? ആര് മരിക്കും ആര് ജീവിക്കും നമുക്ക് കണ്ടറിയാം. സാറേ, ഞാൻ തേക്കാം സാറേ. ദേ, ഇപ്പൊ പോണം. എവിടെ? എനിക്ക് മായയെ ഒന്നുകൂടെ വെല്ലുവിളിക്കണം. വിടില്ല ഞാൻ അവളെ. ഞാനേ സുമയാ. എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രം വളർന്നിട്ടില്ല അവള്. സുമേ, നീ ഒന്ന് അടങ്ങടി. നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പ്രകാശ് ചേട്ടാ. പെണ്ണുങ്ങളെ ഇപ്പൊ സ്വയം പര്യാപ്തരാ. ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ഈ കത്തിയാണ് ഇന്ന് പരിഹാരം നിശ്ചയിക്കാൻ പോകുന്നത്. സാറേ, 100 വിളി. ഇത് സാറിന്റെ കയ്യിൽ നിൽക്കൂല. അല്ലെങ്കിൽ പട്ടാളക്കാരെ വിളിച്ച് കർഫ്യൂ ഏർപ്പെടുത്താൻ പറ. കണ്ടാൽ ഉടനെ വെടിവെക്കാൻ പറയൂന്ന് പറ സാറേ. ചേച്ചി, നോ നോ, ഡോണ്ട് വയലന്റ് പ്ലീസ്. എന്നെ തളയ്ക്കാവുന്ന ആരും വ്യാമോഹിക്കണ്ട. അയ്യോ, ഇത് കൊലകൊല്ലി ആനയാണ് സാറേ. മയക്ക് വെടി തന്നെ വേണം. സുമേ പറയുന്നതൊക്കെ കത്തി താഴെ. വേണ്ട, എന്നെ പരസ്യമായി കയ്യേറ്റം ചെയ്തവളെ ഞാൻ... നോക്ക് സുമേ, ഞാൻ പറയുന്നത് കേക്ക്. കരാട്ടെ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു സ്പോർട്സ് ആണ്. ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. ഞാൻ പറയുന്നത് കേക്ക് സുമേ. ആ സ്പിരിറ്റിലാ ഞാനിപ്പോ നിൽക്കുന്നത്. അവളെ കാണുമ്പോഴാ എന്റെ സ്പിരിറ്റിന്റെ തനിനിറം മനസ്സിലാവുന്നത്. അയ്യയ്യേ ചേച്ചി, യഥാർത്ഥ ശക്തി സ്വരൂപിണി മത്സരിച്ച് തോൽപ്പിക്കുക വേണം ചെയ്യാൻ. ആദ്യം വെല്ലുവിളി സ്വീകരിച്ച് അവള് വരുമ്പോ ഫൈറ്റ്, പിന്നെ തോൽപ്പിക്കൽ. അതെ, അല്ലാതെ കോടാലി മൺമട്ടി എടുത്ത് കിളയ്ക്കാൻ ഓടുകയല്ല വേണ്ടത്. സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് ഈ ആയുധങ്ങൾ ആശ്രയിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അശോകനെ കാണാം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോ മത്സരിച്ചോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ആണുങ്ങൾ ഇടപെടണ്ട. അത് തന്നെ, ആണുങ്ങൾ ഇടപെട്ട സ്ത്രീ ശാക്തീകരണം ആവൂല. വരട്ടെ, ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്തോളാം. അല്ല ചേച്ചി, ചിരിക്കല്ലേ? കരാട്ടയും കളരിയൊന്നും പഠിക്കാതിരുന്ന സമയത്തും എന്നോട് വഴക്കിന് വരുന്നവരെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സത്യം പറ, ആ സർക്കിളിന്റെ ഭാര്യ നിന്നെ അടുത്ത് ചലക്കിയില്ലേ? പിന്നെ അതിനെ അല്പം പുളിക്കും. പക്ഷേ ടീച്ചർ ദേഹത്ത് കൊള്ളാതെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവൾ എന്നെ മനഃപൂർവ്വം ഇടിക്കായിരുന്നു. പിന്നെ 2 തൊഴിയും. നന്നായി. അല്ല, അത് മോശമായി പോയി. പിന്നെ കരാട്ടയിലെ ചില അടവുകളൊക്കെ എനിക്ക് അറിയാവുന്നോണ്ട് ഞാനും കൊടുത്തു 2 നീ കൊടുത്തെങ്കിലും നിനക്കത്ര തൃപ്തിയായില്ല. നിന്റെ മുഖം കണ്ടാ അറിയാം. ഭയങ്കര ശല്യം അശോകട്ട അവള്. മിക്കവാറും ഞാൻ അവളെ തല്ലിക്കൊല്ലും. അല്ല, ഞങ്ങൾ ആണുങ്ങൾ ഇതിൽ ഇടപെടേണ്ടി വരുമോ? ഏയ്, ഇവളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. ഇവളീ പോക്കാണെങ്കി വഴി കിടന്ന് വാങ്ങിക്കും, അത് ഉറപ്പാ. അല്ല, ഇന്നത്തെ എന്റെ ഫ്ലൈയിങ് കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സുമ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല വേഗതയും വന്നിട്ടുണ്ട്. ഇവിടെ ചില അവളുമാർക്കൊക്കെ ചില വിചാരമുണ്ട്. അടവുകളൊക്കെ പഠിച്ചു തീർന്നെന്ന്.
ഇനി ഫൈറ്റിന് വന്നാൽ ഈ വനിതാ ക്ലബിന് മുമ്പിൽ ഒരു ബ്ലാക്ക് തുണി ഉയരും. ദേ, 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 വല്ലതും പറയാനുണ്ടെങ്കിലേ ഇവിടെ മുഖത്ത് നോക്കി പറയണം. ധൈര്യശാലികളെ നേർക്ക് നേരെ നിന്നേ പൊരുതൂ. പൊരുതാം, ഞാൻ റെഡി. എന്താ പേടിച്ചു പോയോ? പേടിയോ? ഈ മായക്കോ? മോളൊരു കാര്യം ചെയ്, ഈ മായയായിട്ട് ഫൈറ്റിന് വരുന്നതിന് മുൻപ് നിന്റെ അടുത്ത ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് വിവരം പറയും. വീരവാദം പറയാതെ വാടി വന്ന് അടി കൂടാ. വാ അങ്ങോട്ട്. അല്ല, നിങ്ങൾ തമ്മിൽ തല്ലിച്ചാകാനാണോ കാശ് കൊടുത്ത് കരാട്ട പഠിച്ചത്? പുറത്തുള്ളവര് കേട്ട ഈ മഹിളാ സമാജത്തിന് നാണക്കേടാണ് സുമേ. നമ്മുടെ പൊതുശത്രു പുരുഷന്മാരാണ്. അവർക്കെതിരെ കൈ ഉയർത്താനാണ് നമ്മൾ ഈ ആയോധന കലകൾ അഭ്യസിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തുല്യ ശക്തികളാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ഞാനല്ലോ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ ആര്? ഞാനോ? നിർത്ത്. ഇനി നിങ്ങൾ തമ്മിൽ ഇതിനെ ചൊല്ലിയൊരു കശപശ ഉണ്ടാകാൻ പാടില്ല. സുമയ കൈ ഞന്നേ. താന്നേ കൈതാമായേ. ഇനി നിങ്ങൾ സുഹൃത്തുക്കളാണ്. നാളെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്ന ദിവസാ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ കോളനിയുടെ സ്വന്തം പ്രോപ്പർട്ടീസ് ആണ്. മറക്കണ്ട. സോറിടാ, റിയലി സോറി. പ്രാക്ടീസ് ഉണ്ട് നമുക്ക്. ഞാൻ തനിച്ച് പ്രാക്ടീസ് ചെയ്തോളാം. അത് പറ്റില്ല, നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. മണിയുണ്ടല്ലോ അവിടെ. വാ. ഓ, എന്നാ പിന്നെ വാ. പ്രിയപ്പെട്ട വനിതാ ക്ലബ് സുഹൃത്തുക്കളെ, ഇന്ന് ഈ കോളനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ഡേ ആണ്. ബ്ലാക്ക് ഡേ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കോളനിയിലെ ധീര വനിതകളായ സുമയും മായയും കരാട്ടയിലെ ഉന്നതമായൊരു ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. എന്റെ ശിക്ഷണമാണെങ്കിലും അവരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് ഇന്ന് അവരെ ഈ ബ്ലാക്ക് ബെൽറ്റ് നേടിയെടുക്കാൻ പ്രാപ്തരാക്കിയിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കളായ സുമയും മായയും 2 വാക്ക് സംസാരിക്കാനായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സുമ. എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനൊന്ന് സന്തോഷത്തോടെ കരഞ്ഞോട്ടെ. നന്ദി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബ്ലാക്ക് ബെൽറ്റ് കെട്ടിയത്. ഈ കോളനിയുടെ, പ്രത്യേകിച്ച് വനിതകളുടെ മുഴുവൻ സംരക്ഷണവും ഞാൻ ഈ വേദിയിൽ വെച്ച് ഉറപ്പു തരുന്നു. നന്ദി. പ്രിയ വനിതകളെ, ഞാൻ ഈ സമൂഹത്തെ നോക്കി ഉറക്കെ പറയുകയാണ്, സ്ത്രീക്ക് പുരുഷന്റെ സംരക്ഷണം വേണ്ട, വേണ്ട, വേണ്ട. ഈ സംരംഭത്തിന് വേണ്ട സഹായ സഹകരണം നൽകിയ ബാലപ്പനും മണിയനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരൂ. ഇനി നിങ്ങൾ പരസ്പരം കൈ കൊടുക്കൂ. ഇന്നലെ വരെ ഞങ്ങൾ ചെറിയ ചെറിയ കുശുമ്പും കുന്നായ്മയുമുള്ള വെറും സാധാരണ വനിതകളായിരുന്നു. ദേ, ഈ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയതോടെ ഞങ്ങൾക്ക് എന്തൊക്കെയോ തകർത്തെറിയാനും അടിച്ചു പൊളിക്കാനുള്ള ആവേശം തോന്നുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് എന്റെ വേഷം? നീ എന്റെ ഭാര്യയാണോ അതോ ജാക്കി ചാന്റെ കെട്ടിയോളാണോ? അവളുടെ ഒരു വെളുത്ത ലോഹയും കറുത്ത റിബണും. അയ്യേ, ഇത് വെറും റിബൺ അല്ല, ബെൽറ്റാ, ബ്ലാക്ക് ബെൽറ്റ്. നിനക്കൊരു ബെൽറ്റിന്റെ കുറവുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെയല്ല, കഴുത്തിലാ വേണ്ടിയിരുന്നത്. ദേ, എനിക്കറിയാം സ്ത്രീ ശക്തി ആർജിക്കുന്നത് പുരുഷഗണത്തിന് സഹിക്കാനാവാത്ത കാര്യമാണെന്ന്. ദേ പ്രകാശേട്ടാ,
എനിക്കിപ്പോ ഭയങ്കര ശക്തിയാ. ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ കാണിച്ചു തരട്ടെ. യോ, യോ. സ്റ്റെപ്പ് സ്റ്റെയർ കേസും ഒക്കെ പിന്നെ മതി. ആദ്യം നീ നിലത്ത് നിൽക്കും മര്യാദക്ക്. ഇവിടെ മനുഷ്യന് വിശന്നിട്ട് വയ്യ. നീ പോയി വല്ല തിന്നെ എടുത്തോണ്ടോ പോ. എങ്കിൽ ഞാൻ 10 ചുടുകട്ട എടുത്തിട്ട് വരാം. എന്തിന്? എനിക്ക് തിന്നാനാ? അല്ല, പൊട്ടിക്കാൻ. 10 ചുടുകട്ട ദേ ഒറ്റ വെട്ടിന് 2 കഷ്ണങ്ങളാക്കും. കോൺക്രീറ്റ് പീസുകളൊക്കെ ദേ നെറ്റ് കൊണ്ട് മുട്ടിച്ച് പപ്പടമാക്കി കളയും. ഇരുമ്പ് കമ്പി വളയ്ക്കാൻ എനിക്ക് 5 നിമിഷം മതി. വല്ല മേസന്മാരുടെയും കയ്യാളായിട്ട് പോയാലേ നിനക്ക് ജീവിക്കാൻ പറ്റും. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചേട്ടന് കരേട്ടയുടെ വില എന്താണെന്നേ അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ ഇന്നത്തെ കമ്പോള നിലവാരം നോക്കിയില്ല. നോക്കിയിട്ട് കരാട്ടയ്ക്ക് കിൻഡലിന് എത്ര രൂപ എന്ന് ഞാൻ പറയാം. എനിക്കറിയാം, പ്രകാശ് ചേട്ടൻ എന്നോട് അസൂയ. ഇതിനൊക്കെ അസൂയപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ? ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നല്ലത് തന്നെ, പക്ഷെ അതിങ്ങനെ പ്രദർശിപ്പിച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലുവേ മനുഷ്യന് ഇത്ര അസൂയ പാടില്ല കേട്ടോ. പിന്നെ പോണ വഴിക്ക് ആ ടേപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് പോ. ഓ, ഭൂമിയെക്കാളും ക്ഷമയുള്ള ഈ വരിയൊന്ന് കേട്ടോ പാട്ടിന്റെ. ഭൂമിയെ ആ ബാലപ്പ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അല്ല സാറേ, ഈ വീട്ടിനകത്ത് നല്ല ഈ ഒച്ചയും ബഹളവും കേൾക്കുന്നത്. ആ, മായ പ്രാക്ടീസ് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്റെ സാറേ, ഇതിനൊക്കെ ഒരു കാലോ സമയമൊക്കെ അല്ലേ? ഇതിപ്പോ നാട്ടുകാർ മേടിച്ചു പോവല്ലേ? എന്ത് ചെയ്യാനാ? ആണോ? അല്ല, ഇന്നലെ കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഇന്നലെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. ഓ, അത് ശരി. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഏത് നിമിഷവും എന്ത് സംഭവിക്കുന്ന അവസ്ഥയിലാണ്. ഇല്ല, ഇന്നില്ല, പേടിച്ചു. ഞാൻ പോകുന്നു സാറേ. വേണ്ട, ശരിയാവില്ല. എന്നെ കൊലക്ക് കൊടുക്ക അറിയല്ലേ? അമ്മയാണ് അറിയല്ലേ? തിരക്കാത്താലും കട്ട വന്ന് വീണാലേ മുടിയില്ലാത്തോണ്ട് മുറി ഉണ്ടെങ്കിലും മുറി. അയ്യോ, പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞ? പിന്നെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ആ പിന്നെ ഞാനും സുമയും ചേർന്ന് ഇവിടെ ചില ഉടച്ചു വാർക്കലുകൾക്ക് നടത്തുന്നുണ്ട്. എന്റെ മായേ, ഇപ്പൊ തന്നെ വീട്ടിലുള്ള കുപ്പി, ഗ്ലാസ്, പാത്രങ്ങൾ, അലമാരയുടെ കണ്ണാടി ഇതെല്ലാം നീ പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഉടച്ചു വാർക്കൽ വേണോ? വേണം വേണം വേണം. കരാട്ടയിൽ ഞങ്ങൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ആരെയും പേടിക്കാതെ എല്ലാം ഒന്ന് ഉടച്ചു വാർക്കണം. ഓ, എന്റെ ചേച്ചി, എന്റെ നല്ല ജീവൻ കത്തിപ്പോയി കേട്ടാ. എന്താ? വെള്ള ചാട്ടിയും കലവും കറച്ചട്ടിയും ഒക്കെ വാരി ഏറല്ലായിരുന്ന. അതെ, നിങ്ങളുടെ ഉടച്ചു വാർക്കലൊക്കെ ഇവിടെ നടക്കട്ടെ സാറേ. ഞാൻ എന്നാ വീട്ടിലോട്ട് പോകാം. പ്ലീസ്, ദൈവത്തിനാണ് എനിക്ക് ഒരുപാട് കാര്യമുണ്ട്, അതുകൊണ്ടാണ്. പോകുന്നൊരു പോട്ടെ അശോകേട്ടാ. ആ പിന്നെ അശോകേട്ടാ, ദേ നാളെ തന്നെ കുറച്ച് ചുടുകെട്ടി ഇവിടെ ഇറക്കണം. ആന്തനാ, നിനക്ക് അടപ്പ് കൂട്ടി പൊങ്കാലിടാനോ? അയ്യടാ, അതൊന്നുമല്ല, പൊട്ടിക്കാൻ. സുമ 10 ചുടുകെട്ട് പൊട്ടിച്ചാൽ എനിക്ക് 15 ചുടുകെട്ടെങ്കിലും പൊട്ടിക്കണം. വേണം വേണം, തീർച്ചയായിട്ടും വേണം. വേണമല്ലോ. സുമ 15 കണ്ണാടി പൊട്ടിച്ചാൽ നീ 40 പൊട്ടിക്കണം. കാരണം നീ 2ാം സ്ഥാനക്കാരി ആവാൻ പാടില്ല. അതാണ്. അതൊക്കെ പോട്ടെ, കഴിക്കാമല്ലോ ഉണ്ടോ? ഒന്നും ഇരിപ്പില്ല. ഞാന് ഈ പ്രാക്ടീസിനിടയ്ക്ക് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സമയം കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, അശോകേട്ടൻ ഒന്നും ഇപ്പൊ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പോയി മേടിച്ചിട്ട് വാ. എന്താന്ന് വെച്ചാൽ പാർസൽ മേടിച്ചോണ്ട് കഴിക്കാനുള്ള പ്ലേറ്റ് എങ്കിലും ഉണ്ടോ? പ്ലേറ്റ് ഒന്നുമില്ല. പ്രാക്ടീസിനിടയ്ക്ക് ഞാനിങ്ങനെ വാരി വിതറി. നിർത്ത്. ആ വണ്ടി പുറകോട്ടെടുക്ക്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കളായ സുമ, മായ എന്നിവർക്ക് വനിതാ ക്ലബിന്റെ സ്വീകരണം. ഇനി കോളനിയിൽ പോലീസിന്റെ സഹായം വേണ്ടിവരും തോന്നുന്നില്ല. കോളനിയിലെ 2 പെൺപുലികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധന്മാർ ഈ പേര് കേട്ടാ തന്നെ ഞെട്ടും. വണ്ടി ഇടറേ. ഇന്ന് ഈ കോളനിക്കും എസ്പെഷ്യലി വനിതാ ക്ലബിനും അഭിമാനത്തിന്റെ ദിവസമാണ്. ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഈ 2 വീരപുത്രിമാർക്ക് വനിതാ ക്ലബിന്റെ വക ഉപഹാരം നൽകുന്നു. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു ടീമായി പ്രവർത്തിക്കണം. ഈ നാട്ടിലെ കള്ളന്മാരെയും തെമ്മാടികളെയും നിങ്ങൾ വേണം ഒതുക്കാൻ. ഇനി മുതൽ ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളായിരിക്കും.
നമ്മുടെ വർഗത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അവരോട് മറുപടി പറയുന്നത് ഞങ്ങളുടെ ഈ ഉരുക്കു മുഷ്ടികളായിരിക്കും. അക്രമികളെ അമർച്ച ചെയ്യാൻ ഞങ്ങളുടെ ഈ കൈകൾ തരിക്കുന്നു. വീരവനിതകളെ, നിങ്ങൾ ചെല്ലൂ. ഒറ്റക്കെട്ടായി നിന്ന് അക്രമികളെ നേരിടൂ.